വളരെ ഉയർന്ന ഡിഗ്രികളുടെ സർട്ടിഫിക്കറ്റുകൾ കയ്യിലുണ്ട് എന്നതിന് അർത്ഥം ഒരുപാട് സമാധാനം കയ്യിലുണ്ടെന്നല്ല. നല്ല ജോലിയും നല്ല വരുമാനവും സമൂഹത്തിൽ മാന്യതയും ഉണ്ട് എന്നതിന്റെ അർത്ഥം ലൈഫ് എല്ലാം സെറ്റിലാണ്, എല്ലാം ഓക്കെ ആണ് എന്നതുമല്ല. പലപ്പോഴും നല്ല ജോലിയിലിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നന്നായി പഠിച്ച ആളുകൾ, നല്ല വിദ്യാഭ്യാസം നേടിയ ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ പലപ്പോഴും പലരും തമ്മിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്രയും നന്നായി പഠിച്ചിരുന്ന നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നില്ല, എന്തുകൊണ്ട് ഇത് ചെയ്തു? അല്ലെങ്കിൽ എന്തുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയായി, ഇങ്ങനെയാണെന്നൊന്നും കരുതിയതേയില്ല എന്ന്. അതുപോലെ തന്നെ പഠനത്തിൽ വളരെ സമർത്ഥരായിട്ടുള്ള കുട്ടികൾ പലപ്പോഴും ലൈഫ് പാർട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ തെറ്റിപ്പോവാറുണ്ട്. തന്നോളം വിദ്യാഭ്യാസം ഇല്ലാത്തവരെയോ അല്ലെങ്കിൽ കഴിവുകളോ സാമർഥ്യമോ ഇല്ലാത്തവരെയോ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടവരെയോ അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പിനെ വരെ പഠനത്തിൽ വളരെ സമർത്ഥരായവർ ചൂസ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് അക്കാദമിക്കലി മിടുക്കരായിട്ടുള്ളവർക്ക് ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിക്കുന്നത്? അക്കാദമിക് ഇന്റലിജൻസും ഇമോഷണൽ ഇന്റലിജൻസും തമ്മിൽ തുല്യമല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അക്കാദമിക്കലി വളരെ ഉയർന്ന പഠന നിലവാരം പുലർത്തുന്ന ഒരാള്, നല്ല ജോലി വാങ്ങാൻ കഴിവുള്ള ഒരാള്, സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കാൻ കഴിവുള്ള ഒരാള്, ആ ആളെ സംബന്ധിച്ചൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുകയോ ഒരു സ്നേഹത്തിന്റെയോ സ്നേഹിച്ച ആളുകളുടെയോ സമ്പത്തിന്റെയോ ചുറ്റുപാടുകളുടെയോ അഭിമാനത്തിന്റെയോ ഒക്കെ നഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ, വേദനകൾ ഉണ്ടാവുമ്പോൾ, ഒറ്റപ്പെട്ടു പോകുമ്പോൾ, ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഉണ്ടാവുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള അതായത് നാർസിസിസ്റ്റുകളെ പോലെയുള്ള എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുടെ ഇരയാവേണ്ടി വരുമ്പോൾ ഒക്കെ അവർക്ക് അത് ഡീൽ ചെയ്യാനുള്ള ബോൾഡ്നെസ് ഉണ്ടാകണമെന്നില്ല. നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അധ്യാപികയായിരുന്നില്ലേ, ഡോക്ടർ ആയിരുന്നില്ലേ, എഞ്ചിനീയർ ആയിരുന്നില്ലേ, കളക്ടർ ആയിരുന്നില്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ഇത്തരം ഒരു അബദ്ധം പറ്റിയെന്ന്. ശരിക്കും ഇമോഷണൽ ഇന്റലിജൻസ് ജീവിച്ചു വരുന്ന ഒരുപാട് ചുറ്റുപാടുകളുമായിട്ടും അനുഭവിക്കേണ്ടി വരുന്ന ട്രോമകളുമായിട്ടും അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് നെഗ്ലക്ട്, അബ്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അക്കാദമിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരാളുടെ ഇമോഷണൽ പെയിനിൽ നിന്ന് അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നല്ല. ഡിപ്രഷനും ആങ്സൈറ്റിയും പോലെയുള്ള ധാരാളം മാനസിക സങ്കോച അവസ്ഥകൾ ഇന്ന് നമ്മളിൽ പലരും നേരിടാറുണ്ട്, അല്ലെ? അപ്പോ നമുക്ക് സാധാരണ അവയർനെസ് ഉള്ള ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരാൾ വളരെയധികം ഡീപ്പായിട്ടുള്ള വളരെ ഇൻഡെപ്തിലേക്കുള്ള ഒരു സങ്കടത്തിലേക്ക് പോവുകയും ആ ആൾക്ക് എല്ലാം നിന്നൊരു ബാലൻസ് നഷ്ടപ്പെട്ട് വളരെ വളരെ അതിനിഗൂഢമായ ഒരു ഗർത്തത്തിലേക്ക് ആണ്ടു പോകുന്നത് പോലെ സങ്കടക്കടലിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണത്. പക്ഷേ ഡിപ്രഷൻ പലതരത്തിലുണ്ട്. വളരെ കുറച്ചു പേര് മാത്രം അവെയർ ആയിട്ടുള്ള ഒന്നാണ് ഫങ്ഷണൽ ഡിപ്രഷൻ. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കും, ഒരു യന്ത്രത്തെ പോലെ. വീട്ടിലെ കാര്യങ്ങളാകട്ടെ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ, മറ്റു പഠന പ്രവർത്തനങ്ങളോ എന്തു തന്നെ ആകട്ടെ, കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഫങ്ഷണൽ ആയിരിക്കും. പക്ഷേ ഉള്ളിൽ വളരെയധികം ഡ്രെയിൻഡ് ആയിരിക്കും, ലോസ്റ്റ് ആയിരിക്കും. അത് നമുക്കറിയാവുന്ന ഡിപ്രഷനേക്കാളും വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഫങ്ഷണൽ ഡിപ്രഷൻ. കൂടുതലും നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത് വന്ന ഈ കാറ്റഗറി ഓഫ് പീപ്പിൾ, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ജോലിയുള്ള, നല്ല രീതിയിൽ ജീവിക്കുന്നുവെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ആളുകൾക്ക് ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അത് കൂടുതലും ഫങ്ഷണൽ ഡിപ്രഷൻ ആയിട്ടാണ് കാണപ്പെടാറ്. എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട്, എന്നാൽ എല്ലായിടത്തും എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ മറ്റുള്ള ആളുകളോട് അതിനെപ്പറ്റി പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അവർ ജഡ്ജ് ചെയ്യുമോ, എന്നെ ഒരു വീക്ക് ആയിട്ടുള്ള ആളായിട്ട് കണക്കാക്കുമോ, എനിക്ക് ഒരു സപ്പോർട്ട് തരുന്നതിന് പകരം അനാവശ്യമായ ഉപദേശങ്ങളും സജഷൻസും തെറാപ്പി സജസ്റ്റ് ചെയ്യലും അതൊക്കെ മാത്രമായിരിക്കും എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളുണ്ടാവും. എന്തുകൊണ്ടാണ് അമിത ചിന്തകൾ ഉണ്ടാകുന്നത്? അക്കാദമിക്കലി വളരെയധികം അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള ആളുകൾ ഉറപ്പായിട്ട് നന്നായി ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. പ്രത്യേകിച്ച് അവർക്കൊരു ഇമോഷണൽ പെയിൻ ഉണ്ടാകുമ്പോഴും ഈ അമിതമായ ചിന്ത വരും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫിസിക്കൽ ആയിട്ടുള്ള അതാണെങ്കിലും ഇന്റേണലി ആയിട്ടുള്ളതാണെങ്കിലും അവർക്ക് അതൊന്ന് ഒരാളോട് ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും.
അവിടെ ഈ ഒരു വൾണറബിലിറ്റിയെ കുറിച്ചുള്ള ഒരു ഭയമാണ്, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ഭയം കാരണമാണ് ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉള്ളിൽ സപ്രസ് ചെയ്ത് വെക്കാനും ഒരു പരിധി കഴിയുമ്പോൾ അത് കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിനും കാരണമാകുന്നു. നെക്സ്റ്റ് വൺ ഇസ് റിഗ്രറ്റ് ഓഫ് അച്ചീവ്മെന്റ്സ്. അതായത് എല്ലാം ഉണ്ടായിട്ടും ഞാൻ ലൈഫിലൊരു ഫെയിലിയർ ആണല്ലോ, ഞാൻ പരാജയപ്പെട്ടു പോയവളാണല്ലോ, ഒന്നും ഇല്ലാത്തവളായി പോയല്ലോ, ആരും ഇല്ലാത്തവളായി പോയല്ലോ എന്നുള്ള ഒരു കുറ്റബോധം മനസ്സിലുണ്ടാവും. കൂടുതലും അക്കാദമിക്കലി ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ജോലിയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ഒരു തോട്ട് വരും. അതും അവരെ ഒരുപാട് ഇന്റേണലി ഹോണ്ട് ചെയ്യുന്നൊരു തോട്ടാണ് ഈ ഒരു റിഗ്രറ്റ് തോട്ട്. അതായത് ഇത്രയൊക്കെ ഞാൻ പഠിച്ചിട്ടും ഞാൻ ജീവിതത്തിൽ ഒന്നും ആയില്ലല്ലോ, ഇത്രയൊക്കെ ഒരു പൊസിഷനിൽ ഇരുന്നിട്ടും എൻ്റെ ജീവിതം ഇത്രയും വലിയൊരു ഫ്ലോപ്പ് ആണല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ്. സോ അപ്പോഴേക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ബേസിക്കലി ഹ്യൂമൻ ബീയിങ്സ് ആണ്. നമുക്ക് ഒരു നീഡ്, അതായത് നമുക്കൊരു ഇമോഷണൽ പെയിൻ ഉണ്ട്, എനിക്കൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ആ സപ്പോർട്ട് നമ്മൾ തേടേണ്ടത് അത്യാവശ്യമാണ്. അവിടെ നമ്മൾ ഇത്തരം ചിന്തകള് വെള്ളം ഒഴിച്ച് വളർത്തിയിട്ട് വളരെയധികം പ്രയോജനമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ, കൊളീഗ്സിനോടോ അതുപോലെ തന്നെ മറ്റാരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്ന ഒന്നാണ് തെറാപ്പി സജസ്റ്റ് ചെയ്യുന്നത്. ഒരു തെറാപ്പിക്ക് പോവോ, ഒരു കൗൺസിലിങ്ങിന് പോവോ എന്നുള്ളതൊക്കെ. ഇതൊക്കെ ഒരാൾ പറഞ്ഞു തരുന്നതിന് കൂടുതൽ സ്വന്തമായിട്ട് ചിന്തിക്കുന്നവരാണ്. കാരണം ഇത്രയും സമർത്ഥരായിട്ടുള്ള മിടുക്കരായിട്ടുള്ള ആളുകളാണല്ലോ, ഉറപ്പായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ ഒരാളോട് അത് ഷെയർ ചെയ്യുമ്പോൾ ഇത്തരം അഡ്വൈസുകൾക്കപ്പുറം ജസ്റ്റ് അതൊന്ന് പൂർണ്ണ മനസ്സോടെ ലിസൺ ചെയ്യുന്ന, നമ്മുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കുന്ന, സാരമില്ല എന്നൊരു വാക്ക് പറയുന്ന, ഇത് നിനക്ക് അതിജീവിക്കാൻ പറ്റും, ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്ന, ഇനി ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും നിശബ്ദമായിട്ടൊരു ക്വാളിറ്റി ടൈം കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് മാത്രമായിരിക്കും ഒന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഈ തെറാപ്പി സജസ്റ്റ് ചെയ്യുക, കൗൺസിലിംഗ് സജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഐഡന്റിറ്റി ക്രൈസിസ് ആണ് മറ്റൊരു പ്രശ്നം. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ട് സമൂഹത്തിൽ. അപ്പോൾ ഈ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് എൻ്റെ ഈ ദുരവസ്ഥകളും ബുദ്ധിമുട്ടുകളും ഞാൻ എങ്ങനെ റിവീൽ ചെയ്യും എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണത്. അപ്പോൾ ഈ ഐഡന്റിറ്റി ക്രൈസിസ് ഫൈനലി ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ തന്നെയുള്ള ഒരു നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഈ ഐഡന്റിറ്റി ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. മറ്റുള്ളവരൊക്കെ നമ്മളെ കുറിച്ച് എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എങ്ങനെ വേണമെങ്കിലും ജഡ്ജ് ചെയ്യട്ടെ, ലെറ്റ് ബി, ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്താൽ മാത്രമേ മതിയാവുകയുള്ളൂ. ഇൻവിസിബിൾ ലോൺലിനെസ് ആണ് ഇതിലും വലിയ പ്രശ്നം. അതായത് എല്ലാവരും കൂടെയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, പക്ഷെ ഒറ്റയ്ക്കാണ്. മനസ്സിലാക്കാൻ ആരുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല, ചേർത്ത് പിടിക്കാൻ ആരുമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ. അപ്പോൾ അതാണ് ഇൻവിസിബിൾ ലോൺലിനെസ്. അപ്പൊ പുറമേ ഉള്ളവർ നോക്കുമ്പോൾ നമ്മൾ വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ് ഉള്ളവരാണ്. പക്ഷേ നമുക്ക് മാത്രമേ അറിയൂ നമ്മൾ എത്രമാത്രം ഒറ്റപ്പെട്ടാണ് ഈ ഒരു ലോകത്ത് ജീവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഇൻവിസിബിൾ ലോൺലിനെസ്സും ഒരു ഘടകമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പെർഫെക്റ്റ് ലൈഫ് ഉണ്ടല്ലോ, എല്ലാം വളരെ ക്ലിയർ, ക്രിസ്റ്റൽ പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം നന്നായി പോകുന്നു, വളരെ സ്മൂത്ത് ആയി പോകുന്നു, വെൽ ഓർഗനൈസ്ഡ് ആണ്, വെൽ ഡിസിപ്ലിൻഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്, വളരെ സന്തോഷത്തോടുകൂടി ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ആ ഒരു ലൈഫ് സോഷ്യൽ മീഡിയയിൽ നിരന്തരമായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലവും ഉണ്ട്. അപ്പോൾ ഇത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്, വളരെ അധികം നല്ല നിലയിൽ എത്തിച്ചേർന്ന ആളുകൾക്ക് പോലും തെറ്റായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതും ജീവൻ തന്നെ ഉപേക്ഷിക്കുന്നതും മറ്റു പല അബദ്ധങ്ങളും കാണിക്കുന്നതും ഒക്കെ. അപ്പോൾ ഒരിക്കലും ഇനി അത്തരം ഒരു വാർത്തകൾ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ അതിനെങ്ങനെ ജഡ്ജ് ചെയ്യരുത്. നല്ല ജോലി ഉണ്ടായിരുന്നില്ല, എങ്ങനെയെങ്കിലും ജീവിച്ചുകൂടെ, അല്ലെങ്കിൽ നന്നായി പഠിച്ച് നല്ല വിദ്യാഭ്യാസമുള്ള ആളല്ലേ, എന്തിനിങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തു എന്നുള്ളത്. അതായത് നമ്മളെല്ലാവരും ബേസിക്കലി മനുഷ്യരാണ്. വേദന എന്നുള്ളത് വേദനിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഈ വേദനയില് നമുക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ പ്രകടിപ്പിച്ചാലും അത് മനസ്സിലാക്കപ്പെടാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. ഈ അവസ്ഥകളൊക്കെ കാരണം
കൈവിട്ടു പോവുകയാണ്. അപ്പോ ബേസിക്കലി എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ജഡ്ജ്മെന്റിലായി പോയത് കൊണ്ടായിരിക്കും പലപ്പോഴും ഒരു കാര്യം വന്ന് ഒരാൾക്കും ഷെയർ ചെയ്യാൻ പറ്റാത്തത്ര ഷെയിം മനുഷ്യരുടെ മനസ്സിലുണ്ടായത്. ജഡ്ജ് ചെയ്യാതെ ഇരിക്കാനുള്ള ഒരു മാനസിക പക്വത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ.